പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, സർവത്തിൻ്റെ ഉറവിടമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ അരൂപിയാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഈശോപ്പാ, ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മുൾക്കിരീടം ചൂടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് പിതാവിൻ്റെ പക്കലിരുന്നു കൊണ്ട് ഇപ്പോഴും ഓരോ മക്കൾക്ക് വേണ്ടിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ സ്നേഹത്തെയും കൃപയെയും ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് ഈശോനാഥ ഞങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പാ. പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ ഈശോയുടെ കൃപയാൽ നടത്തിയിരിക്കുന്നതിനായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായ നന്മകൾ തരുകയും അവിടുത്തെ കൃപയാലുള്ള ജീവിത സാഹചര്യങ്ങൾ തന്നനുഗ്രഹിക്കുകയും ആപത്തനർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള കൃപ തരുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയിടാം, അങ്ങു തന്ന ജീവനായി നന്ദിയിടാം. നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ. അതേ പ്രിയ സഹോദരങ്ങളെ, ഈ കരുണയുടെ സമയം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നാഥനെ ഏക മനസ്സോടെ പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിച്ചു വചനമെടുത്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനം വായിച്ചു ധ്യാനിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 2-ാമത്തെ വാക്കിൽ ഇപ്രകാരം പറയുന്നു: അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ചെയ്യും. അതേ പ്രിയ സഹോദരങ്ങളെ, പിതാവിനെയോ കർത്താവിനെയോ അറിയാത്ത സാത്താൻ്റെ ശക്തികൾ നിറയുന്ന ഓരോ വ്യക്തികളുമാണ് ഈ കൊലയും അടിച്ചിറക്കലും ഒക്കെ നടത്തുന്നത്. നമ്മുടെ വചനത്തിൽ കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ 8-ാമത്തെ വാക്കിൽ പ്രകാരം പറയുന്നു: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു നിറയുമ്പോൾ മാത്രമേ പാപത്തെയും ന്യായത്തെയും കുറിച്ച് അറിയുവാനുള്ള വിവേകം കാണുകയുള്ളൂ. നാം പറയുന്നതും ചെയ്യുന്നതും പാപമാണോ ന്യായമാണോ മറ്റുള്ളവരെ വിധിക്കുന്നത് എന്നുള്ള ബോധം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം.